ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. NCP മന്ത്രിസഭയിലേക്ക് തൽക്കാലം ഇല്ല. സ്വതന്ത്ര ചുമതലയുള്ള ഒറ്റ സഹമന്ത്രി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് NCPയുടെ ആകെപ്പാടെ. പക്ഷേ NCPക്ക് ആകെ ഒരു MP ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഒരു MP ഉള്ള പാർട്ടിക്ക് പിന്നെ അതിൽ കൂടുതൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാത്തതിനെ തുടർന്ന് മന്ത്രിസഭയിൽ ചേരേണ്ടതില്ല. ഇത് അജിത് പവാറിന് അടുത്ത എക്സ്ക്യൂസ് ആണോ, തിരിച്ചു പോകാനുള്ള എക്സ്ക്യൂസ് ആണോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. നേരത്തെ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നതും പ്രഫുൽ പട്ടേലിന് ഓഫർ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രഫുൽ പട്ടേലിന് ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നേരത്തെ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു, വ്യോമയാന മന്ത്രിയായിരുന്നു. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ എന്നുള്ള യുക്തി അനുസരിച്ച് അത് ശരിയാണ്. പക്ഷെ ഇത്തവണ തകർന്നടിഞ്ഞു പോയി NCP. ആകെപ്പാടെ ഒരൊറ്റ MP മാത്രമേ ഉള്ളൂ എന്നുള്ള ഘടകമാണ് ലോക്സഭയിലേക്ക് ജയിച്ചത്. എനിക്കൊന്ന് പ്രഫുൽ പട്ടേൽ രാജ്യസഭ അംഗമാണ്. പി ബസന്ത് വിവരങ്ങളും. ബസന്ത്, NCP മന്ത്രിസ്ഥാനം നിരസിക്കുകയാണോ? और जिस आंकड़े की बात मैं कर रहा था संजीव थोड़ी देर पहले, निर्वाचन आयोग ने बताया कि इस बार भारत में जितने मतदाताओं ने मत दिया वो G7 देशों के मतदाताओं का 1.5 बसंत केल्कामो यूरोपीय संघ के 27 देशों के मतदाताओं का 2.5 गुना है. NCP ഇടയുന്നു എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ ഒരു വാർത്ത. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. പ്രഫുൽ പട്ടേൽ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരിക്കുക. അദ്ദേഹം പഴയ വ്യോമയാന മന്ത്രി ആയിരുന്നു. അതിന്റെ പേരിൽ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേസുകളും ഒക്കെ കേട്ടെങ്കിലും BJP സഖ്യം ചേർന്നതിന് ശേഷം അത് ആ വാഷിംഗ് മെഷീൻ വഴി വൈറ്റ് വാഷ് ചെയ്ത് മാറ്റിയതും നമ്മൾ കണ്ടതാണ്. ഏതായാലും പ്രഫുൽ പട്ടേലിന് ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം പോരാ. NCP തങ്ങളെ തഴയുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അക്കോമഡേഷൻ ഫെയർ അല്ല എന്ന നിലയിലാണ്. മൂന്നാം മോദി സർക്കാരിൽ NCP ഉണ്ടാകില്ല. ഈ പറഞ്ഞ കാരണം കൊണ്ട് NCP മടങ്ങുമോ എന്നുള്ളതാണ് കാണേണ്ടത്. NCP മടങ്ങുന്നതിലുപരി തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കെ NCPയുടെ നേതാക്കൾ അല്ലെങ്കിൽ NCP ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് NDA, നായിഡു നിതീഷ് ഡിപ്പെൻഡന്റ് അലയൻസ് എന്ന് മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന NDAക്ക് അതൊരു തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഈ ശിവസേനയും NCPയും ചേർന്ന് വിവിധ സീറ്റുകളിൽ ഭൂരിപക്ഷം സീറ്റുകളിലും BJP തോൽപ്പിച്ചു എന്നൊരു ചർച്ച മഹാരാഷ്ട്രയിൽ വളരെ സജീവമാണ്. ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത്. ഭൂരിപക്ഷം സീറ്റുകളിലും BJP മത്സരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരുവരും ചേർന്ന് തോൽപ്പിച്ചു. NCPയും ഇരുവരും തമ്മിൽ ഒത്തുചേർന്ന് തോൽപ്പിച്ചു. ഇവർക്കൊരു ശക്തി വേണമല്ലോ. ബരാമതിയിൽ മത്സരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ അജിത് പവാറിന് ഈ പറഞ്ഞ ശക്തിയുണ്ടോ? തോൽപ്പിക്കാനൊക്കെ മാത്രമുള്ള വോട്ട് ഇവർക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്ന് ഒറ്റ MP മാത്രമുള്ള അജിത് പവാർ വിഭാഗം ഒരു കേന്ദ്രമന്ത്രി പദം, അതും ക്യാബിനറ്റ് മന്ത്രി പദം ആവശ്യപ്പെട്ടു. അത് ലഭിക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം മന്ത്രിസഭയിൽ ചേരേണ്ടതില്ല, സഹമന്ത്രി എന്നത് ആ ഓഫർ എടുക്കേണ്ടതില്ല എന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി. ചെന്നാൽ അജിത് പവാറിന് ഈ സ്വീകാര്യത ഉണ്ടാകുമോ? സാധാരണ അജിത് പവാർ പറഞ്ഞിടത്തൊക്കെ നിന്നിട്ടുള്ള ആളാണ് ശരത് പവാർ. പക്ഷേ ഇങ്ങനെ കാരണം അദ്ദേഹം അവിടെ സുപ്രിയ സുലെയെ തോൽപ്പിക്കാൻ വളരെ ചെയ്യാവുന്നതിനപ്പുറം ചെയ്തിരുന്നു. കുടുംബത്തിലെ എല്ലാവരും എതിരായിരുന്നു. ആ ടാക്ടിക്സ്, പ്രത്യേകിച്ച് പണം കൊടുത്തതടക്കം പരമാവധി ഈ ശരത് പവാറിനെ വീഴ്ത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അജിത് പവാർ ഇനി ഭിക്ഷാംദേഹിയായി കയറി ചെന്നാൽ അവിടേക്ക് കേറ്റുമോ ശരത് പവാർ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശ്രീനിവാസ് അടക്കമുള്ള ആളുകളാണ് അന്ന് പരസ്യമായി തന്നെ സുപ്രിയ സുലെയ്ക്ക് വേണ്ടി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ